നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂബെറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ബ്ലൂബെറി കിട്ടിയ ബ്ലൂബെറിൻ്റെ ഷെയ്ക്കും ജ്യൂസും ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനൊരു പുളി ഫ്ലേവറാണെന്ന് ഒരു കൺസിഡറേഷൻ. അപ്പോൾ അതാണോ അല്ലേന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഇത് ജ്യൂസ് അടിച്ചാൽ എന്താവുമെന്ന് അറിയാം. ജ്യൂസ് അടിച്ച് കൊള്ളാവുമെങ്കിൽ നമുക്ക് ഷെയ്ക്കും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഷെയ്ക്ക് ജ്യൂസ് മാത്രം അടിച്ച് കുടിച്ചാൽ പോലെ ഷെയ്ക്ക് അടിക്കാം, കട്ടപ്പാലുണ്ടാക്കാം. അപ്പോൾ ഇതിന് വെച്ച് ജ്യൂസ് അടിക്കുക. അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഈ ചെറിയ പോർഷന് ഏകദേശം 200 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ജ്യൂസ് അടിച്ച് നോക്കാം. ജ്യൂസ് അടിച്ചിട്ട് എങ്ങനെയാണോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടും. അപ്പോൾ അതുപോലെ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് അടിച്ച് നോക്കാം. എന്താ ഫ്ലേവർ എന്ന് ഞാൻ കുടിച്ചിട്ട് പറഞ്ഞുതരാം. പുളിയാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അടിക്കാൻ മുമ്പേ ഒന്ന് കഴിച്ച് നോക്കും. പുളിയാണെങ്കിൽ നമുക്ക് പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ബൈ. അപ്പോൾ ഗായ്സ്, എന്നും അടിക്കുന്ന വഴി തന്നെ വേറൊരു സാധനങ്ങളും മിക്സിയുടെ ജാറുണ്ട്, തണുത്ത പാലുണ്ട്, പഞ്ചസാര ഉണ്ട്. ഞാൻ ബ്ലൂബെറി കവർന്ന് കഴുകിയെടുത്ത കേട്ടോ. ബ്ലൂബെറി ഉണ്ട്. കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഏകദേശം ഒരു ഞെട്ടങ്ങയുടെ ഒക്കെ ടേസ്റ്റ് ഇല്ല. ഞെട്ടങ്ങ എന്ന സാധനം ഉണ്ട്, അതിൻ്റെയൊക്കെ ടേസ്റ്റ്. ഉള്ളിൽ കുരുവൊന്നുമില്ല, പക്ഷെ കൊള്ളാം, സാധനം കൊള്ളാം. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യാം, എന്നാലും അതിന് മാത്രം പഞ്ചസാര ആഡ് ചെയ്യണ്ട. പുളിയാണെന്ന് വിചാരിച്ചു, പക്ഷേ പുളിയല്ല ബ്ലൂബെറിയുടെ ടേസ്റ്റ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ജ്യൂസ് അടിച്ച് നോക്കാം. ജ്യൂസ് അടിച്ചിട്ട് എന്താ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ജ്യൂസ് അടിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വേറെ മൂന്നെണ്ണം ഇത് വെക്കുന്നു അടിക്കണം. മിക്സിയിലോട്ട് ഇത് പെറുക്കിയിടുക. അത് എങ്ങനെ മിക്സ് ചെയ്താലും ആദ്യം ബ്ലൂബെറി ഇട്ടാലും പാൽ വെച്ചാലും പഞ്ചസാര ഇട്ടാലും ഒന്നൊരു പ്രശ്നമുള്ളതല്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു പിടി ബ്ലൂബെറി ഇട്ടിട്ടെ. കാരണം എനിക്ക് ടേസ്റ്റ് ചെയ്യാനാണ്, എനിക്കല്ലാതെ ഒരുപാട് പേർക്ക് അടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് ബ്ലൂബെറി എടുത്തു. അതുപോലെ തന്നെ തണുത്ത പാലുണ്ടായിരുന്നു. അപ്പോൾ പാലായി. ഞാൻ ഷെയ്ക്ക് അടിക്കാത്തതൊന്നുമല്ല, എനിക്ക് തൊണ്ടക്ക് അത്ര കംപ്ലയിൻ്റ് ഉണ്ട്. ഷെയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ പഠിത്തമൊക്കെ കിടക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ജ്യൂസാക്കി മാറ്റിയതാണ്. അതിനുശേഷം പഞ്ചസാര ഇട്ടോ. പഞ്ചസാര ഞാൻ വീഡിയോയിൽ കാണിക്കുക 2-3 ടീസ്പൂൺ ഇട്ട്, പിന്നെ ഞാൻ 2 ടീസ്പൂൺ അധികം ഇട്ടോ. കാരണം എനിക്കെന്തോ മധുരം കുറഞ്ഞു ഫീൽ ചെയ്തപ്പോൾ ഇട്ടു. ബ്ലൂബെറി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓവർ സ്വീറ്റ്നെസ് ഒന്നുമല്ല കേട്ടോ. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ ബൈ. ഗായ്സ്, അങ്ങനെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ടോ. ജ്യൂസ് അടിച്ചിട്ട് ഞാൻ വന്നിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് കണ്ടറിയുമെന്ന് അറിയില്ല. ഞാൻ ഒരു പാലിൻ്റെ കളറല്ല കേട്ടോ, ഇതിൽ ബ്ലൂബെറിയുടെ ഒരു കളറുണ്ട്. എൻ്റെ ഫോൺ എത്ര ഫോക്കസ് ആവുമെന്ന് എനിക്കറിയില്ല. അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കാം. കുടിച്ചിട്ട് എന്താ അവസ്ഥ എന്ന് പറയാം. ഞാൻ ഓൾറെഡി കുടിച്ചാണ്, ടേസ്റ്റ് അറിയാം. ഇപ്പോൾ കുടിച്ചാണ്, കുറച്ച് മുമ്പ്. എന്നാലും കുടിക്കാം. നമുക്ക് നിറഞ്ഞിട്ട് കുടിക്കുന്ന ഫ്ലേവർ, ബ്ലൂബെറിയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. സാധനം കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ അവർക്കും ബൈ. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് സബ്സ്ക്രൈബ് ഗായ്സ്. പുതിയ വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അവർക്കും ബൈ.